അതെ, ഈ ടെൻഷൻ വരുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വേറൊന്നുമല്ല, ഞാൻ എല്ലാം കേക്കെല്ലാം ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും എല്ലാം വീഡിയോ എല്ലാം എടുത്ത് ഓണാക്കി തുടങ്ങിയിട്ടായിരുന്നു ആക്കിയത്. എപ്പോഴോ ഒരു ഡൗട്ട് തോന്നിയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് കേക്ക് ഇത്രയായി, പക്ഷേ വീഡിയോ ഓൺ ആയിട്ടില്ലടാ. ഈ ടെൻഷൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, ദേ അത് തന്നെ മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പോരെ. കാര്യം വേറെ ഒന്നുമല്ലടാ, ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കേക്കിൻ്റെ കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ കരുതി ആ ഐറ്റംസ് എല്ലാം എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്റ്റോക്ക് ഔട്ട് ആയ കാര്യം ഞാൻ സത്യത്തിൽ ചിന്തിച്ചില്ല. ഞാൻ എന്ത് ചെയ്ത് പുള്ളിക്കാരനോട് എസ് ഒക്കെ പറഞ്ഞു, ഓക്കെ അതുപോലെ ചെയ്തു തരാമെന്നൊക്കെ സമ്മതിച്ചു, എല്ലാമൊക്കെ ആക്കി. ബട്ട് കേക്ക് എല്ലാം ചെയ്തിട്ട് ഞാൻ ഫ്രോസിങ് ചെയ്യാൻ എടുക്കുമ്പോൾ ഉണ്ട് ഈ ഐറ്റം ഞാൻ ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ട് ചെക്ക് ചെയ്ത കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇല്ലടാ. പിന്നെ എന്താ ചെയ്യാനും ചെയ്യാൻ പറ്റില്ലെന്നേ. പിറ്റേന്ന് ഞായറാഴ്ചയാണേ പുള്ളിക്കാരൻ തന്ന ഡിസൈനിൽ ഒരു പിങ്കും വൈറ്റും കോമ്പോ വന്നിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കായിരുന്നേ. ആ ഒരു ഡിസൈൻ എനിക്ക് അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചായിരുന്നു, നമുക്ക് വേറെ ഡിസൈൻ ചെയ്താലോ, എന്തായാലും അമ്മ കുറച്ചൊന്ന് ഹാപ്പി ആവട്ടെ, കുറച്ചുകൂടെ ഒരു മുഞ്ചാക്കി എടുത്താലോ എന്ന് ഞാൻ വേറെ കുറച്ച് റെഫറൻസ് അയച്ചു തരട്ടെ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഡിസൈൻസ് അയച്ചു കൊടുത്തപ്പം പുള്ളിക്കാരൻ എന്നോട് തിരിച്ച് പ്രത്യേകം പറഞ്ഞു, വേണ്ട കേട്ടോ, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഞാൻ അയച്ചു തന്നിട്ട് ആ ഒരു ഡിസൈൻ ചെയ്താൽ മതി, ഓവറായിട്ട് അങ്ങനെ ഒന്നും വേണ്ട, സിമ്പിൾ മതി, ഇതുപോലെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. ഞാനാണ് പിന്നെ ഈ സ്റ്റോക്ക് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് ഇല്ല കേട്ടോ. പിന്നെ ഞാനിത് എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നൊരു കൺഫ്യൂഷനിലാണ്, എനിക്ക് ടെൻഷൻ അത്രയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ പുള്ളിക്കാരനോടൊന്ന് ചോദിച്ചാലോ എന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ കരുതി അവർക്ക് വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ, എന്തിനാ അവർ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനൊരു ഡിസൈനിങ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഇഷ്ടമായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അന്നേരം ചേഞ്ച് ആക്കാം, എന്തോ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ചെയ്തു കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നെക്സ്റ്റ് ഡിസൈൻ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. പിന്നില്ലേ ആ ലൈക്ക് ബട്ടൺ അങ്ങ് ഞെക്കി പൊട്ടിച്ചേരാം കേട്ടോ.